ഹായ്, ഇന്ന് നമുക്ക് കുറച്ച് ഞണ്ട് കിട്ടിയിട്ടുണ്ടേ. അപ്പോൾ ക്ലീൻ ചെയ്തല്ല കേട്ടോ ഞണ്ട് കിട്ടിയേക്കണത്. അത് കാരണം കിച്ചു ഞണ്ടിന് ജീവനുണ്ടോ എന്നൊക്കെ ഒരു പരിശോധന നടത്തുകയാണ്. ആൾക്ക് ഭയങ്കര പേടിയാണ്. അത് കാരണം ഒന്ന് എടുത്ത് ചെക്ക് ചെയ്ത് നോക്കുന്ന കേട്ടോ. അതിനുശേഷം ഞാൻ ഞണ്ട് ക്ലീൻ ചെയ്യാം കേട്ടോ. എനിക്ക് ആദ്യമൊന്നും ഞണ്ട് ക്ലീൻ ചെയ്യാൻ അറിയില്ലായിരുന്നേ. ഞാൻ യൂട്യൂബിൽ നോക്കി പഠിച്ചതാട്ടോ ഇത് കുറേയൊക്കെ. ഇങ്ങനെയാണോ എന്നും എനിക്ക് ശരിക്കും അറിയില്ല. ഞാനിങ്ങനെയാണ് ചെയ്യുന്നത്. ഞാൻ ഞണ്ട് നന്നാക്കുമ്പോഴാണ് ഞണ്ട് നന്നാക്കുന്നതെങ്കിൽ ഈസി മെത്തേഡാട്ടോ ഇത്. എളുപ്പത്തിൽ ഞണ്ട് നന്നാക്കിയെടുക്കാം കേട്ടോ. ആദ്യമൊന്നും ഇവിടെ ഞണ്ട് മേടിച്ച് കഴിഞ്ഞാൽ കറി വെച്ചാലൊന്നും ആരും കൂട്ടൂലായിരുന്നു കേട്ടോ. അതുപോലെ ഞണ്ട് നന്നാക്കാനും ശരിക്കും അറിയത്തൊന്നും ഉണ്ടായിരുന്നില്ലേ. ഇപ്പം ഞണ്ട് കറി വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എല്ലാവർക്കും ഇഷ്ടം കേട്ടോ. പ്രത്യേകിച്ച് പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു രീതിക്കാട്ടോ ഞാനും വെച്ചേക്കുന്നത് ഞണ്ട്. ഇതിൻ്റെ കാലുകളെല്ലാം ഒന്നും എടുക്കൂല കേട്ടോ. വലിയ വലിയ കാലുകൾ മാത്രമേ എടുക്കുള്ളൂ. അതിൻ്റെ അകത്ത് മാത്രം കണ്ട ദശയുള്ളൂ. ഇത് ചെറിയ ഞണ്ടുമായിരുന്നല്ലോ. ഞാൻ കണ്ട വീഡിയോയ്ക്കകത്ത് അവർ പറഞ്ഞേക്കുന്നത് എല്ലാ കാലും എടുക്കാമെന്നാട്ടോ. ഞാൻ പക്ഷേ ചെറിയ കാലുകളൊക്കെ ഒഴിവാക്കി വലിയ കാലുകൾ മാത്രമേ എടുത്തിട്ടുള്ളൂ. അതിനുശേഷം ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ച് ചൂടായി വരുമ്പം ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ ഒരു പച്ചമണം മാറി കഴിയുമ്പം അതിലേക്ക് നീളത്തിൽ അരിഞ്ഞു വെച്ചേക്കുന്ന സവോളയാട്ടോ ചേർത്തേക്കുന്നത്. ഒരു മീഡിയം സൈസ് സവോളയാണ് ചേർത്തേക്കുന്നത്. പിന്നെ കുറച്ച് ചെറിയ ഉള്ളിയാട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ചെറിയ ഉള്ളി നമ്മൾ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ സവോളയും ചെറിയ ഉള്ളിയൊക്കെ ഒന്ന് വഴറ്റി കിട്ടുന്നതിനായിട്ട് അതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ട്. അതിനുശേഷം നന്നായി ഇളക്കി സവോളയുടെ ഒരു കളർ മാറി വരുന്ന സമയത്ത് അതിലേക്ക് പച്ചമുളകും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. സവാള അധികം വഴറ്റി ഇതാവണ്ട കേട്ടോ. ഒരു കളറ് മാറി വാടി വരുന്ന സമയത്താണ് നമ്മൾ അതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുന്നത്. ഞാൻ ഇപ്പോൾ ഇവിടെ എടുത്തേക്കുന്നത് കാശ്മീരി മുളക് പൊടി, നോർമൽ മുളക് പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാലയാണ് ചേർത്തേക്കുന്നത്. അതിനുശേഷം പൊടിയുടെ പച്ചമണം മാറുന്ന വരെ നന്നായി ഇളക്കി കൊടുക്കണം കേട്ടോ. അത് കഴിഞ്ഞ് അതിലേക്ക് നീളത്തിൽ അരിഞ്ഞു വെച്ചേക്കുന്നത് തക്കാളിയായിട്ട് ചേർത്തേക്കുന്നത്. തക്കാളി കൂടി ചേർത്തിട്ട് നന്നായി ഇളക്കി കൊടുക്കണം കേട്ടോ. അതിനുശേഷം തക്കാളി ചെറിയ പാട്ടമായി കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്ക് മൂടി വെച്ച് തിളപ്പിക്കാൻ വെക്കാം കേട്ടോ. ഗ്രേവി തിളച്ച് വരുമ്പോൾ അതിനധികം നമുക്ക് കറിക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാമേ. പിന്നെ അതിലേക്ക് ഞണ്ടാട്ടോ ഇട്ട് കൊടുത്തേക്കുന്നത്. ഞണ്ട് ഇട്ട് കൊടുത്ത് കറിയിലേക്ക് ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്കത് മൂടി വെച്ച് വേവിക്കാമേ. ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ നമ്മൾ തുറന്നു നോക്കുമ്പോൾ നമ്മുടെ ഞണ്ട് ഏകദേശം ഒരു പകുതി വേവായിട്ടുണ്ടാവും കേട്ടോ. അതൊന്നും കൂടി ഒന്ന് നമുക്ക് ഇളക്കി കൊടുത്ത് ഉപ്പൊക്കെ പാകമാണോ എന്ന് നോക്കിയിട്ട് അതിലേക്ക് നമുക്ക് കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. അതിനുശേഷം വീണ്ടും അടച്ചു വെച്ച് വേവിക്കുക കേട്ടോ ചെയ്യണത്. എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണേ.